ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള ചർച്ചയാകുന്ന ഇക്കാലത്ത് തന്നെയാണ് ശബരിമല ക്ഷേത്രം കത്തിയിട്ട് 75 വർഷം പൂർത്തിയായത്. ഇന്നും ദുരൂഹത മാറാത്തതാണ് ആ തീപിടുത്തം. പൂർണ്ണമായും കത്തിനശിച്ച ക്ഷേത്രത്തിൽ നിന്ന് മറ്റ് തെളിവുകളൊന്നും കണ്ടെടുക്കാനും കഴിഞ്ഞില്ല. തീപിടുത്തത്തിന് ശേഷം കനത്ത മഴ പെയ്തതിനാൽ വിരലടയാളങ്ങളോ കാൽപാദങ്ങളോ കണ്ടെത്തിയില്ല. തീപിടിച്ച കൃത്യമായ ദിവസം പോലും ലഭ്യമല്ല. തീ പിടിച്ചതല്ല, തീ ഇട്ടതാണ് എന്ന നിഗമനത്തിലെത്തുന്നതാണ് DIG K കേശവമേനോന്റെ അന്വേഷണ റിപ്പോർട്ട്. അതിലും പക്ഷേ ചില സാധ്യതകൾ പറയുന്നതല്ലാതെ ആരാണ് പ്രതി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വനം കൊള്ളക്കാർ തീയിട്ടതാകാനുള്ള സാധ്യതകളാണ് അന്ന് ലോക്കൽ പോലീസും അന്വേഷിച്ചത്. വിഗ്രഹം ഉൾപ്പെടെ പുനർനിർമ്മിക്കേണ്ടി വന്ന അന്നത്തെ തീപിടുത്തത്തിലേക്കാണ് ഇന്ന്. 1950 മെയ് 20-ന് ഇടവമാസ പൂജ കഴിഞ്ഞ് ശബരിമല നടയടച്ചു. ഏതാണ്ട് 25 ദിവസം കഴിഞ്ഞ് ജൂൺ 14-ന് മിഥുനമാസ പൂജയ്ക്കായി മേൽശാന്തി എത്തി. പയ്യന്നൂർ സ്വദേശിയായ കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു മേൽശാന്തി. അവിടെ എത്തിയപ്പോൾ പൂർണ്ണമായും കത്തിയ ക്ഷേത്രമാണ് കണ്ടത്. ഒരു പൂജ കഴിഞ്ഞാൽ അടുത്ത പൂജ വരെ അന്നൊക്കെ ശബരിമല വിജനമായിരുന്നു. എന്നാണ് തീപിടിച്ചത് എന്നതിൽ പോലും ഇന്നും തിട്ടമില്ല. ഇടവ 6-നും 12-നും ഇടയിലാണ് എന്നാണ് അന്വേഷണ സംഘം എത്തിയ നിഗമനം. ശബരിമലയിൽ പുക ഉയർന്നത് കണ്ടു എന്ന് മറ്റൊരു മലയിലെ ആദിവാസികൾ നൽകിയ തീയതി വെച്ചാണ് ഈ നിഗമനത്തിൽ എത്തിയത്. ഈ പുക വന്നതിന് ശേഷം കനത്ത മഴയും പെയ്തിരുന്നു. തീ പിടിച്ചതായി ജൂൺ 14-ന് മേൽശാന്തി കണ്ടെത്തിയെങ്കിലും പോലീസിന് വിവരം കിട്ടുന്നത് ജൂൺ 16-നാണ്. മേൽശാന്തിയുടെ സഹായിയായി എത്തിയ ആൾ പമ്പയിലെത്തി അവിടെ നിന്ന് പോലീസിനെ അറിയിക്കാൻ എടുത്ത കാലതാമസമായിരുന്നു കാരണം. പോലീസ് എത്തിയപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ച ക്ഷേത്രമാണ് കണ്ടത്. വിഗ്രഹത്തിന്റെ ഇരു കൈപ്പത്തിയും വിരലുകളും വിട്ടുപോയ നിലയിലായിരുന്നു. വിഗ്രഹത്തിന്റെ മുഖത്തും നെറ്റിയിലും പാടുകൾ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ എറിഞ്ഞതുപോലെ ക്ഷേത്രത്തിന് ചുറ്റും കിടന്നു എന്നാണ് മേൽശാന്തിയുടെ മൊഴി. ശബരിമലയിൽ ഏറ്റവും കൂടുതലുള്ളത് നെയ്യാണ്. ആ നെയ്ക്ക് തീ പിടിച്ചതിനാൽ ക്ഷേത്രം പൂർണ്ണമായും കത്തി. തിരിതെറുക്കുന്നതിനും ശാന്തിക്കാരുടെ ഉപയോഗത്തിനുമുള്ള മുണ്ടുകളും ധാരാളമായി സംഭരിച്ചിരുന്നു. ഇതെല്ലാം തീ പിടിക്കാൻ കാരണമായി. ചെമ്പ് പൊതിഞ്ഞ മേൽക്കൂര വരെ തീ പിടിച്ചു. ഫോറൻസിക് സംഘത്തിന് തെളിവെടുക്കാൻ പറ്റിയ സ്ഥിതിയിലായിരുന്നില്ല ശബരിമല. മുഴുവൻ കത്തിപ്പോയത് ഒന്നാമത്തെ കാരണം. തീപിടുത്തത്തിന് ശേഷം കനത്ത മഴ പെയ്തത് രണ്ടാമത്തെ കാരണം. കാൽപ്പാടുകളും കൈവിരൽ പാടുകളും ഒന്നും ഇതിനാൽ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. ശ്രീകോവിലിന്റെ വാതിലിൽ 15 വെട്ടിന്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇത് കോടാലി ഉപയോഗിച്ച് വെട്ടിയതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഒരു കോടാലിയും കണ്ടെത്തി. കോടാലിയുടെ വായ്ത്തലയിൽ പിച്ചളയുടെ അംശം കണ്ടെത്തിയതിനാൽ വെട്ടാൻ ഉപയോഗിച്ചതാണ് എന്ന് അന്വേഷണ സംഘം നിഗമനത്തിലെത്തി. ഇതോടെ ആരെങ്കിലും തീ വെച്ചതാകാം എന്ന വ്യാപക പ്രചാരണമുണ്ടായി. ഈ ഘട്ടത്തിലാണ് കേശവമേനോനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചത്. DIG K കേശവമേനോന്റെ അന്വേഷണം മുഴുവൻ ആരെങ്കിലും തീ വെച്ചു എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു. ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്ന് തീ പിടിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ വേട്ടക്കാർ ആരെങ്കിലും വന്നപ്പോൾ വീടിയിൽ നിന്ന് തീ പിടിക്കാനുള്ള സാധ്യത എന്നിവയൊന്നും കാര്യമായി പരിശോധിച്ചതായി അന്വേഷണ റിപ്പോർട്ടിലില്ല. പരിസരത്ത് തീ പിടിക്കാത്തതിനാൽ കാട്ടുതീ പടർന്നിരിക്കാനുള്ള സാധ്യതയില്ലെന്ന് റിപ്പോർട്ട് അസന്നിഗ്ധമായി പറഞ്ഞുവെച്ചു. ശ്രീകോവിലിന് സമീപത്ത് നിന്ന് മണ്ണെണ്ണ റാന്തൽ ക്ഷേത്ര ജീവനക്കാരുടെ താമസ സ്ഥലത്ത് ഉപയോഗിച്ചതാണോ പുറമേ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അപകടത്തിലൂടെ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയും ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് വിഗ്രഹം തകരാനുള്ള സാധ്യതയായിരുന്നു ഒന്നാമത്തേത്. തീ പിടിച്ചപ്പോൾ മേൽക്കൂട് തകർന്ന് വിഗ്രഹത്തിന്റെ മേൽ വീണാൽ കൈകൾ വിട്ടുപോവുകയും മുഖത്തെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യാം. എന്നാൽ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിൽ 15 വെട്ടുകൾ കണ്ടെത്തിയത് ഈ വാദത്തെ ഖണ്ഡിക്കുകയാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. വേട്ടക്കാർ ക്ഷേത്രത്തിലെത്തി പൊളിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് സ്വർണവും പഞ്ചലോഹവും വെള്ളിയും ഒക്കെ ഉപേക്ഷിച്ചു പോയി എന്ന ചോദ്യമുണ്ട്. മോഷണത്തിനല്ലാതെ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറുമോ എന്ന വലിയ ചോദ്യവുമുണ്ട്. വേട്ട സംഘം ഈ ദിവസങ്ങളിൽ ശബരിമല കാടുകളിൽ ഉണ്ടായിരുന്നു എന്നതിന് ആദിവാസികളുടെ മൊഴിയും ഉണ്ടായിരുന്നു. എന്നാൽ കേശവമേനോൻ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലെ നിഗമനങ്ങൾ. ഏതെങ്കിലും ജാതി മത വിഭാഗങ്ങൾ ക്ഷേത്രത്തിനെതിരെ തിരിഞ്ഞിരിക്കാൻ ഇടയില്ല എന്നാണ് അന്നത്തെ കോട്ടയം പോലീസ് സൂപ്രണ്ട് നടത്തിയ അന്വേഷണത്തിൽ പറയുന്നത്. കൊല്ലത്ത് ആ ദിവസങ്ങളിൽ മറ്റൊരു വലിയ സമ്മേളനം നടന്നിരുന്നു. മന്നത്ത് പത്മനാഭനും R ശങ്കറും കൂടി യോജിച്ച ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചതായിരുന്നു അത്. 1950 മെയ് 12-നായിരുന്നു ആ സമ്മേളനം ആരംഭിച്ചത്. ഇതിനു പിന്നാലെയാണ് ശബരിമലയിൽ തീപിടിച്ചത്.
സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് തീയിട്ടോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിനും അത്തരമൊരു സാധ്യത ഇല്ല എന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. ശബരിമലയിലേക്ക് ഇങ്ങനെയൊരു പ്രത്യേക സംഘം കടന്നു വന്നതിന് തെളിവ് ലഭിച്ചില്ല എന്നതായിരുന്നു കാരണം. ശബരിമല തീപിടുത്തത്തിൽ അന്വേഷണങ്ങളൊക്കെ അവസാനിച്ചത് തീയിട്ടതിന് തെളിവുകൾ കണ്ടെത്തിയില്ല എന്ന് തന്നെയാണ്. കാട്ടിലൂടെ വേട്ടയ്ക്ക് വന്നവർ ശബരിമലയിൽ എത്തിയിരിക്കാനുള്ള സാധ്യത മാത്രമാണ് ശേഷിച്ചത്. ഇവർ എന്തെങ്കിലും വൈരാഗ്യം വെച്ച് ക്ഷേത്രം കത്തിക്കാനുള്ള സാധ്യതയും കണ്ടെത്തിയില്ല. ഊഹാപോഹങ്ങൾ മാത്രമാണ് പിന്നീട് പ്രചരിക്കപ്പെട്ടതെല്ലാം. മറ്റ് മതവിഭാഗക്കാർ എന്തിന് ക്ഷേത്രം കത്തിക്കണം? അതും ശബരിമല പോലെ എല്ലാ മതവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രം. തെളിവുകളുടെ അഭാവത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ടായിരുന്നു. തീവെപ്പ് കേസായതിനാൽ രേഖാമൂലമുള്ള തെളിവ് ലഭിക്കുകയില്ല. വാങ്മൂലമുള്ള തെളിവെന്നാൽ സംഭവത്തിന് മുൻപോ ശേഷമോ സംഭവം നടക്കുമ്പോഴോ ഉള്ള ദൃക്സാക്ഷികളുടെ മൊഴിയാണ്. അങ്ങനെയൊന്ന് ഈ കേസിൽ ലഭിച്ചിട്ടില്ല. അത്തരമൊരു തെളിവ് ഒരു മതവിഭാഗത്തിൽ നിന്നും ഉണ്ടായില്ല. ആരെങ്കിലും അത്തരം തെളിവ് നൽകുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്താണ്. ഫലത്തിൽ ആരും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത തീപിടുത്തത്തെയാണ് തീവെപ്പായി മാറ്റിയത്. തീവെപ്പിന് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും അങ്ങനെ തീവെച്ചത് ആരാണെന്ന് തെളിയിക്കാനും കഴിഞ്ഞിരുന്നില്ല. കേശവമേനോൻ കമ്മീഷന്റെ റിപ്പോർട്ട് ഏറെക്കാലം പുറം ലോകം കണ്ടില്ല. 1951 മുതൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്ന ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അത് നടപ്പായില്ല. 1957 ഒന്നാം EMS സർക്കാരാണ് റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. അന്ന് മേശപ്പുറത്ത് വെച്ചെങ്കിലും അംഗങ്ങൾക്കൊന്നും പകർപ്പ് ലഭിക്കുകയുണ്ടായില്ല. അത് സഭയുടെ ആർക്കൈവ്സിലിരുന്നു. 1987 ഡിസംബർ 13 റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതുവരെ ആ റിപ്പോർട്ടിലുള്ളത് എന്താണെന്ന് പൊതുജനം അറിഞ്ഞിരുന്നില്ല. നമസ്കാരം.